ചേട്ടാ, സുഗത പ്രശ്നം കാരണം ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നഷ്ടമാണ്. ഒരിക്കലുമില്ല. ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ 5 വർഷവും ഭരണം പൂർത്തിയാക്കും. അതിനുശേഷവും ബി.ജെ.പി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കും. സുഗതന്റെ പ്രശ്നം ഞങ്ങൾ നിയമപരമായി നേരിടും, ജനാധിപത്യപരമായി നേരിടും. സുഗതൻ പ്രശ്നം ഒരിക്കലും ഒരു ഭീഷണിയാകില്ല. സുഗതന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. സുഗതൻ തിരിച്ചു വരും. സുഗതൻ വാഴോട്ടുകോണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് പറയുന്നത് ബി.ജെ.പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയനാണ്. സുഗതനെ ഇപ്പോൾ പുറത്താക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് ഭരിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു സംസാരം കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കരമന ജയൻ ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ 5 കൊല്ലം ഭരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ അംഗബലം ഉണ്ടറിയും. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനായിട്ട് ബി.ജെ.പിക്ക് ജനങ്ങൾ അംഗബലം കൊടുത്തിട്ടുണ്ട്. 50 കൗൺസിലർമാർ അവർക്കുണ്ട്. ഈ പറയുന്ന പ്രതിപക്ഷമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് 29 കൗൺസിലർമാരേ ഉള്ളൂ. എന്നാൽ UDF നോക്കിക്കഴിഞ്ഞാൽ 20 കൗൺസിലർമാരേ ഉള്ളൂ. ബി.ജെ.പിയുടെ അടുത്തെത്താനായിട്ടുള്ള ഒരു ഇതുമില്ല. പിന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സഖ്യം ഉണ്ടാക്കിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർ പ്രയത്നിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതാണ്. അത് ബി.ജെ.പിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന UDF-ഉം LDF-ഉം ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് 100% വ്യക്തമായിട്ട് ബി.ജെ.പിക്ക് തന്നെ അറിയാം. അതായത് ബി.ജെ.പി കുഴിച്ച കുഴിയിൽ LDF വന്ന് വീഴുന്ന കണക്കായി പോകും. അത് കാരണം പിന്നെ അങ്ങോട്ട് LDF-ന്റെ ഒരു സമ്പൂർണ്ണ പതനമായി മാറുന്ന തരത്തിലോട്ട് ആ ഒരു സഖ്യം മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുള്ള വഴി ഇടതുപക്ഷം ഒരുക്കത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങനെ ഒരുക്കാൻ നിന്നാലും അവർക്ക് ഭരണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു പച്ചയായ സത്യം. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്നുള്ള സഖ്യം ഉണ്ടാക്കിയാൽ പോലും ബി.ജെ.പിയുടെ നിലവിൽ കോർപ്പറേഷന്റെ അംഗബലം നോക്കിക്കഴിഞ്ഞാൽ ഭരിക്കാൻ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തില്ല. സ്വതന്ത്രമായി വിജയിച്ച കൗൺസിലറെ പിടിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സുഗതൻ എന്ന വാർഡിൽ ഒരു റീഇലക്ഷൻ ഉണ്ടാവണേ, അതിന് സുഗതൻ രാജിവെക്കണേ. ഇനി അങ്ങനെ രാജിവെച്ച് അവിടെ റീഇലക്ഷൻ ഉണ്ടായാലും അവിടെ ജയിക്കണേ. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ബി.ജെ.പി ഈ പറയുന്ന തോതിൽ കഴിഞ്ഞ തവണ ജയിച്ചേക്കാട്ടിൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കാനായിരിക്കും സാധ്യത അവിടെ കൂടുതലെന്ന് പറയുന്നത്. ആ ഒരു കിടപ്പുവശമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കടമ്പകളാണ് കടക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ജനങ്ങൾ വിധിച്ച വിധി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോവുക. ഭരണപക്ഷത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങ് കയറിക്കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാമോഹങ്ങൾ അങ്ങ് മാറ്റിവെക്കുക. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കരമന ജയൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് അടുത്ത 5 കൊല്ലം സുഖമായിട്ട് അവർക്ക് അവിടെ ഭരിക്കാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ ഒരു അട്ടിമറി നടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന തോതിൽ തന്നെ സുഗത ഇനി അവിടെ രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കാൻ നിന്നാൽ പോലും സുഗതന് വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതും അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വഞ്ചി കരക്കടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വഞ്ചിയിൽ നിന്നും മറുകണ്ഠം ചാടാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുള്ളവർ ഇനി വരും നാളുകളിൽ ബി.ജെ.പിയിലേക്ക് എത്താതെ നോക്കേണ്ടത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുക. 5 കൊല്ലം നല്ലൊരു പ്രതിപക്ഷമായി മാറുക. അതിന് സാധ്യമായില്ല എന്നുണ്ടെങ്കിൽ അത് വിധി എന്ന് കരുതുക.